എനിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ എങ്ങനെയായാലും ഒരു ജോലി വേണ്ട. എനിക്ക് സമ്പത്ത് വരുവാണെങ്കിൽ എങ്ങനെയായാലും ഒരു സമ്പത്ത് വേണ്ട. എനിക്കൊരു കുടുംബജീവിതം തരുകയാണെങ്കിൽ എങ്ങനെയാലും ഉള്ളൊരു കുടുംബജീവിതം വേണ്ട. എനിക്ക് മക്കളെ തരുകയാണെങ്കിൽ എങ്ങനെയാലുമുള്ള മക്കൾ വേണ്ട. പിന്നെയോ ദൈവാനുഗ്രഹമുള്ളൊരു വീട്, ദൈവാനുഗ്രഹമുള്ള ജോലി, ദൈവാനുഗ്രഹമുള്ള ജീവിത പങ്കാളി, ദൈവാനുഗ്രഹമുള്ള സമ്പത്ത്. എനിക്ക് വേണ്ടത് ദൈവാനുഗ്രഹമുള്ളതാണ്. അതേത് വിധത്തിൽ വരണം? ദൈവ സഹായത്തിൽ എനിക്ക് കിട്ടണം. നിങ്ങളും ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ദൈവമേ, എനിക്ക് ദൈവാനുഗ്രഹമുള്ളൊരു വീട് തരണം, ദൈവാനുഗ്രഹമുള്ള കുടുംബജീവിതം ഉണ്ടാകണം, ദൈവാനുഗ്രഹമുള്ള ആരോഗ്യം വേണം, ദൈവാനുഗ്രഹമുള്ള ശുശ്രൂഷ വേണം, ദൈവാനുഗ്രഹമുള്ള മക്കൾ വേണം. അങ്ങനെ ഉണ്ടായാൽ എന്താ ഗുണം? ഒരിക്കലും അങ്ങനെയുള്ള സമ്പത്തിൽ, അങ്ങനെയുള്ള ഭവനത്തിൽ, അങ്ങനെയുള്ള മക്കളിൽ നിന്ന് ഒരിക്കലും ദുഃഖമുണ്ടാകില്ല. കാരണം ദൈവവചനം പറയുന്നു, അനുഗ്രഹത്തിൽ, ദൈവാനുഗ്രഹത്തിൽ ഉണ്ടാകുന്നതിൽ ഒരിക്കലും ദുഃഖം കലർത്തും